ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആലു പൊറോട്ടയാണ്. നല്ല സോഫ്റ്റായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്, അതായത് 250 ml. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 3 കിഴങ്ങ് വേവിച്ചെടുത്തതാണിത്. ഇനി മസാലകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. 1 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വട്ടത്തി അരിഞ്ഞ് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. വെറും നൈസായിട്ട് വേണം അത് അരിഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ പരത്തുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ലതുപോലെ വഴന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 സ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. മാവ് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ എടുത്തിട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ അധികം മാവ് വരുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റാം. ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി പരത്തിയെടുക്കാം. പതുക്കെ വേണം പരത്തിയെടുക്കാൻ. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. മുകളിൽ ഓയിലോ നെയ്യോ എന്തുവാണെന്ന് വെച്ചാൽ ഒഴിച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കാം. എനിക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 5 ആലു പൊറോട്ടയാണ് കിട്ടിയത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എണ്ണം വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടി ചുട്ടെടുക്കാം. അങ്ങനെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾ കണ്ടില്ലേ, മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇവിടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.